ഇന്ന് ഞാനും അമ്മയും കൂടി തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും പച്ചമുളക് ചമ്മന്തിയുമാണ്. ആദ്യം മുളക് ചമ്മന്തി തയ്യാറാക്കാനായി 2 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കഴുകിയെടുക്കുന്നു. പച്ചമുളക് കട്ട് ചെയ്താണ് ഇടുന്നത്. ഉള്ളി കട്ട് ചെയ്യേണ്ട. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. മുളക് ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അടുത്തതായി കപ്പ കഴുകുകയാണ്. അതിനുശേഷം കപ്പ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത കപ്പ കഴുകി വൃത്തിയാക്കുകയാണ്. കപ്പ വേവിക്കാനായി പുതിയ ഒരു അലുമിനിയത്തിലെ പാത്രമാണ് എടുത്തത്. അതിൽ എഴുതിയിരിക്കുന്നത് പുതിയ അലുമിനിയം പാത്രം ആദ്യം ഉപയോഗിക്കുന്നതിന് മുൻപ് സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം എണ്ണ പുരട്ടി ഉപയോഗിക്കുക. അങ്ങനെ അമ്മ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുകയാണ്. കഴുകിയ പാത്രത്തിൽ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച പാത്രത്തിൽ വെള്ളം എടുത്ത് ഗ്യാസ് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് അതിലേക്ക് കഴുകിയ കപ്പ ഇടുകയാണ്. പാത്രം അടച്ചു വെച്ച് വേവിക്കാം. കപ്പ തിളയ്ക്കുകയാണ്. ആ സമയം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങൾ ചെറിയൊരു ഭരണിയിലാണ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത്. കപ്പയിൽ ഉപ്പ് കറക്റ്റ് ആകണമെങ്കിൽ കപ്പ വേകുന്ന വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഉപ്പ് ഇരുന്ന സ്ഥലത്ത് വെക്കുകയാണ്. ഇനി കുറച്ച് സമയം തീ കുറച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ കപ്പ വെന്തിട്ടുണ്ട്. എനിക്ക് കപ്പ കൂടുതൽ വേകുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഉപ്പ് കുറച്ച് കുറവായിട്ടുണ്ട്. കുറച്ചുകൂടെ ഇടുന്നു. ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യാം. കപ്പ ഒരു കണ്ണുപാത്രത്തിൽ കോരിയിടുകയാണ്. ഇനി കപ്പയും മുളക് ചമ്മന്തിയും കഴിക്കുകയാണ്. ഈ കാണുന്നത് അമ്മ ചമ്മന്തിയിൽ മുളക് പൊടി ചേർത്താണ് റെഡ് കളറായത്. അങ്ങനെ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ട് കഴിക്കുകയാണ്.